ശ്വേത, ഞാൻ പറഞ്ഞല്ലോ ഈ മാജിക് നമ്മൾ കാണിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മേഖലയിൽ നിൽക്കുന്ന ആള് ആ മേഖലയിൽ അതിപ്രവീണരാണ്, അതുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. എല്ലാവരും നമ്മൾ ഒരു രംഗത്ത് മികവുറ്റ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഹങ്കരിക്കരുത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മോക്ക് ഒരു പേപ്പർ തരുന്നു, അങ്കിളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് മാജിക് കാണിക്കുന്നത് കേട്ടോ. ആദ്യം പേപ്പർ നിവർത്താം. റെഡി? ഇനി നമുക്ക് പേപ്പറിന്റെ ഓരോ ഷീറ്റുകൾ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാം. ഒന്നാമത്തെ ഷീറ്റ്. ഗുഡ്. പാട്ട് മാത്രമല്ല, നന്നായിട്ട് മാജിക് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തേത്, നാലാമത്തേത്. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ നടുവിലായിട്ട് ഇതിനെ ഇങ്ങനെ കീറണം. ഇനി വീണ്ടും ചേർത്ത് വെക്കുക. അതിനുശേഷം ഇതിന് നടുവിലായിട്ട് വീണ്ടും ഇങ്ങനെ കീറുക. വെരി ഗുഡ്. വീണ്ടും ചേർത്ത് വെക്കുക, വീണ്ടും കീറുക. പേപ്പർ കീറി നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു ശ്വേതയ്ക്ക്. വീട്ടിൽ പേപ്പർ ഉണ്ടോ? പേപ്പർ എല്ലാം കീറി കളയാറാണോ? വീണ്ടും ചേർത്ത് വെക്കുക, വീണ്ടും കീറുക. ഓക്കെ, ഒരു തവണ കൂടി കീറുന്നു. എന്നിട്ട് പീസുകളെല്ലാം കൂടി ചുരുട്ടി കയ്യിൽ വെക്കാം. വെച്ചില്ലേ? ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ 1 2 3 എന്ന് പറയുന്ന സമയത്ത് പീസുകളെല്ലാം താഴേക്കിടും. ഓക്കെ, 1 2 3. ഇപ്പോ ഇനിയാണ് പറയാനുള്ളത്. ഇതെന്തുകൊണ്ട് ശ്വേതയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ല? എന്താ കാരണം? കാരണം അങ്കിള് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത മാജിക്കാണ്, അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെ അങ്കിളിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്വേതയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, 4 വരി പാടിക്കഴിഞ്ഞാൽ അങ്കിളൊന്ന് പാടിക്കേ ഇത് എന്ന് പറഞ്ഞാൽ അങ്കിൾ അവിടെ തോറ്റുപോകും. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ മേഖലയിലും ഓരോരുത്തരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അത് കുട്ടികളുടെ പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.